ബി.ജെ.പി വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു ജില്ലയാണ് പ്രധാനമായും തൃശ്ശൂർ എന്ന് പറയുന്നത്. നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ കൃത്യമായി ലക്ഷ്യം വെച്ചു അവരത് പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഉന്നം വെച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയാണ്. കാരണം ലോക്സഭയിലേക്ക് ഇവിടെ നിന്നും വിജയിച്ചു പോയ ഏക ബി.ജെ.പി എം പി തൃശ്ശൂരിൽ നിന്നായതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ അവർക്ക് ഒരു പ്രതീക്ഷ കുറച്ചധികമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എത്രത്തോളം വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിടിക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു സംശയമാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന പുതിയൊരു തന്ത്രം അല്ലെങ്കിൽ ലോക്സഭയിൽ അവർ കാഴ്ചവെച്ച അതേ തന്ത്രം തന്നെ നിയമസഭയിലും കാഴ്ചവെക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി I.M. വിജയനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ബി.ജെ.പി സ്ഥാനാർത്ഥി അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഒരു കോൺഗ്രസ് ചായ്വുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനോട് കുറച്ച് ആത്മാർത്ഥത വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി ബി.ജെ.പിയിൽ സ്ഥാനാർത്ഥിയായി വരുമോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി തൃശ്ശൂർ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹർഷ, I.M. വിജയൻ എന്ന് പറയുന്നത് എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. I.M. വിജയന് എൻ്റെ ഏതാണ്ട് ഒരു 15-16 വയസ്സിൽ 16-17 ആ വയസ്സിൽ കളി നമ്മുടെ ഒരു ഹൈസ്കൂൾ കാലത്തൊക്കെ തന്നെ വിജയന്റെ കളി വളരെ ഇഷ്ടത്തോടെ കണ്ടിരുന്നിട്ടുണ്ട്. വിജയൻ കേരളത്തിന് വേണ്ടി കളിച്ചതും വിജയൻ ഇവിടുന്ന് കളിയൊക്കെ ഏതാണ്ട് കേരള പോലീസിന് വേണ്ടി കളിച്ച് ഫെഡറേഷൻ കപ്പൊക്കെ നേടിക്കൊടുത്തിട്ട് അന്നത്തെ കേരള പോലീസ് ടീം എന്ന് പറഞ്ഞാൽ വിജയൻ, പാപ്പച്ചൻ, തോബിയാസ്, കെട്ടി ചാക്കോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എണ്ണം പറഞ്ഞ നിരവധി കളിക്കാരുണ്ട്. നിങ്ങൾക്കത് പറഞ്ഞാൽ അറിയില്ല, എൻ്റെ പ്രായക്കാരാണ് എൻ്റെ മറുവശത്തിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിൽ പറഞ്ഞേനെ. ഏതായാലും ഞങ്ങൾ അങ്ങനെ സത്യൻ, VP സത്യൻ ഒക്കെ ഭയങ്കര പേരുള്ള കളിക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കളിക്കാരെല്ലാം കേരളത്തിൽ നിന്ന് അന്ന് ഈ ക്ലബ്ബ് ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ISL അല്ല, അന്ന് ക്ലബ്ബ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ കൽക്കത്തയും ഗോവയും പിന്നെ മുംബൈയും, ഇപ്പോഴത്തെ മുംബൈ ഒക്കെയാണ് ക്ലബ്ബ് ഫുട്ബോളിൻ്റെ മഹീന്ദ്ര, പിന്നെ മുഹമ്മദൻ സ്പോർട്ടിങ്, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, അത് കൽക്കട്ടയിലെ ടീമുകൾ, പിന്നെ ഗോവയിൽ ചർച്ചിൽ ബ്രദേഴ്സ്, പിന്നെ അങ്ങനെ സാൽഗോക്കർ ഗോവ, ഡെംബോ ഗോവ, ഇങ്ങനെയൊക്കെയുള്ള ടീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ കളിയൊക്കെ ആവുമ്പോൾ ഇപ്പോഴാണെങ്കിലും ഇപ്പം ഞാനിപ്പോൾ ഇന്ത്യയിലെ ക്ലബ്ബുകൾ പറഞ്ഞു, ഇപ്പോൾ കളി കാണുന്ന മറ്റ് നമ്മുടെ ചെറുപ്പക്കാരാണെങ്കിൽ വിദേശ ക്ലബ്ബുകളെ കുറിച്ചൊക്കെ അങ്ങ് പറയും. അപ്പോൾ അതങ്ങ് മാറ്റി നിർത്തുക. അപ്പോൾ ഇത്തരത്തിൽ വിജയൻ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ, എൻ്റെ മുറിയിൽ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ മുറിയിൽ വിജയൻ്റെ ഒരു പടമുണ്ട്. തെൽദുക്കറുടെ പടം ഇരിക്കുന്നതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡിൻ്റെ പടം, ധോണിയുടെ പടം ഒക്കെ ഇരിക്കുന്നതിനോടൊപ്പം വിജയൻ്റെ പടമുണ്ട്. പ്രായത്തിനതീതമായി വിജയനെ എല്ലാവർക്കും ഇഷ്ടമാണ്. വിജയേട്ട എന്ന് പറഞ്ഞാണ് ഇപ്പോഴും വിജയൻ കേരള പോലീസിന് കളിക്കുമ്പോൾ ഈ 50 വയസ്സ് കഴിയുമ്പോഴും ഞാൻ വിജയൻ്റെ 50 വയസ്സിലെ കളിയും കാണാൻ പോയിട്ടുണ്ട്. അപ്പോഴും വിജയൻ, അതായത് ഈ അണ്ണാൻ മരങ്കേറ്റം മറക്കില്ല എന്ന് പറയുന്ന പോലെ വിജയൻ ഒരു പാടവമുണ്ട്. അന്നും വിജയൻ കളിക്കുമ്പോൾ ഈ പന്തും കൊണ്ട് വിജയൻ പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയെന്നറിയോ, ഇങ്ങനെ ഒരു കലവാൻ പോകുന്ന പോലെ ഇങ്ങനെ ഒഴുകിയാണ് പോകുന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ അപ്പൊ അത്ര ഇഷ്ടമാണ് വിജയന്. ആ വിജയൻ ഒരിക്കലും ഇങ്ങനെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കരുത് എന്നാണ് കേരള സമൂഹത്തിന് തോന്നുന്നത്. അതെന്തുകൊണ്ടാണ് ഈ പറയുന്ന ബി.ജെ.പിയിലേക്ക് മത്സരിക്കുന്നത് അത്ര മോശമാണ് എന്നുള്ളത് കൊണ്ടാണോ, അതോ യഥാർത്ഥത്തിൽ ബി.ജെ.പിയോടല്ല വിജയന് ഒരു മമത കാണിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണോ? അല്ല ഹർഷ, വിജയൻ എന്ന് പറയുന്ന കളിക്കാരൻ എങ്ങനെയാണ്, വിജയനോടുള്ള നമ്മുടെ ഇഷ്ടം എങ്ങനെയെന്നറിയോ? ചില വ്യക്തികളോട് നമുക്കുണ്ടാകുന്ന ഇഷ്ടം എന്ന് പറയുന്നത് അയാൾ വളരെ കഷ്ടപ്പെട്ട് ആ രംഗത്തേക്ക് വരുമ്പോഴാണ്. അതായത് പൂമത്തയിൽ ജനിച്ച് പൂമത്തയിൽ ഉറങ്ങി പൂമത്ത സങ്കല്പവുമായി ജീവിക്കുന്നവരെക്കാൾ കഷ്ടപ്പെട്ട് ഈ രംഗത്തേക്ക് വരുന്നവരോട് നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട്. അത് ഏത് മേഖലയിലായാലും. അവൻ ഈ വന്ന വഴികളിൽ കല്ലും മുള്ളും ചവിട്ടിയാണ് വന്നെങ്കിൽ അവനോട് സമൂഹത്തിന് എന്നും ഒരു അനുകമ്പയുണ്ടാവും. അല്ലാതെ അവൻ വന്നത് പട്ടുവിരിച്ച വഴിയിലൂടെയാണ് എന്നുണ്ടെങ്കിൽ അത് ആരായിരുന്നാലും അവരോട് സമൂഹത്തിന് പിൽക്കാലത്ത് ആ വന്ന വഴികൾ വളരെ ഈസി ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. അതാണ് നമ്മുടെ സമൂഹം, അങ്ങനെയാണ് യഥാർത്ഥ സമൂഹം. അപ്പോൾ വിജയനെ സംബന്ധിച്ച് വിജയൻ്റെ അമ്മ കഷ്ടപ്പെട്ടാണ് വിജയനെ വളർത്തിയത്. അപ്പോൾ വിജയൻ എങ്ങനെയാണ് വന്നത്? വിജയൻ ഈ പറയുന്ന പോലെ ആക്രി പറക്കാൻ പോയി വരെ വിജയൻ അദ്ദേഹത്തിൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ട്. ആ വിജയൻ ഒരു വേള കളി നടക്കുന്ന സ്ഥലത്ത് സോഡ വിൽക്കാൻ നടന്ന തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വിജയൻ പറയുന്ന പോലെ സോഡ വിൽക്കാൻ നടന്ന വിജയൻ പിന്നീട് കളി കണ്ട് ഒരു വേള നമ്മുടെ ചാത്തുണ്ണി എന്ന് പറയുന്ന ഒരു കോച്ച് ഉണ്ടായിരുന്നു, കേരള പോലീസിന്റെ കോച്ചാണ്. അപ്പോൾ ചാത്തുണ്ണി മാഷാണ് വിജയനിലെ കളി കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ ചാത്തുണ്ണി മാഷ് വിജയനെ 18 വയസ്സിൽ, അതായത് ഈ സോഡ വിൽക്കാൻ നടന്ന വിജയൻ ഇവരുടെ കളി കാണുന്നു. ഒരു വേള പന്ത് തട്ടാൻ എങ്ങണ്ടോ അവസരം കിട്ടുമ്പോൾ വിജയൻ, ഞാൻ ഈ പറഞ്ഞ പോലെ വിജയന്റെ ഈ കളിയുടെ ഒരു ഭയങ്കര ട്രിബിളിംഗ് ആണ് വിജയൻ. ട്രിബിളിംഗ് എന്ന് പറഞ്ഞാൽ പന്ത് കൊണ്ട് പോകുന്നത് ഡിഫൻസിനെയൊക്കെ കടത്തി വെട്ടി പോകുന്നത് കാണുമ്പോൾ തന്നെ ഒരു കലയാണ് വിജയൻ. ഇപ്പോഴും വിജയൻ അറിയാതെ അങ്ങ് മെയ്വഴക്കം വരും. ആ മെയ്വഴക്കം കണ്ട് ചാത്തുണ്ണി മാഷ് പതുക്കെ പറഞ്ഞ് ആ പയ്യനെ നോട്ട് ചെയ്ത് അവനെങ്കിൽ വരാൻ പറയുന്നത്. അങ്ങനെ ക്യാമ്പിലേക്ക് വരുന്നു. വിജയൻ വള്ളി പോലെ ഉണ്ട്, ഒരു വള്ളി പോലെയാണ് വിജയൻ എന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കളി കാണുമ്പോൾ വിജയൻ ഒരു വള്ളിയാണ്. വിജയനെ പിടിക്കാൻ ഒക്കില്ല, മറ്റ് ഡിഫൻസിനൊന്നും പിടിക്കാനേ പറ്റില്ല. അങ്ങനത്തെ ആ വിജയൻ വരുന്നു. അപ്പോൾ അന്ന് വിജയനെ ഈ പറയുന്ന ക്യാമ്പിൽ വരുന്ന വിജയന് 18 വയസ്സിൽ 8ാം ക്ലാസ് യോഗ്യത, 8ഓ 9ഓ ആ യോഗ്യതയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പഴയ മുഖ്യമന്ത്രി K. കരുണാകരനാണ് ജോലി കൊടുക്കുന്നത്. അന്നും ഇന്നും എന്തും വിജയം പറയും, എനിക്ക് എൻ്റെ കമ്മിറ്റ്മെന്റ് K. കരുണാകരനോടാണ്. അപ്പോൾ നമ്മളെല്ലാം സാധാരണക്കാരെ മനസ്സിൽ കരുതില്ലേ വിജയൻ കോൺഗ്രസിനോട് അനുഭവം, അല്ലെങ്കിൽ കോൺഗ്രസിനോട് അല്ലെങ്കിൽ K. കരുണാകരനോടുള്ള പ്രതിപത്തി. പക്ഷെ ഒരു കാര്യം കൂടെ പറയാം, വിജയനോടൊപ്പം കളിച്ച മറ്റൊരു കളിക്കാരനാണ് CV പാപ്പച്ചൻ.
ഈ സി വി പാപ്പച്ചൻ ഒരു വേള വിജയൻ മോഹൻ ബഗാനിലേക്ക് പോയപ്പോൾ പാപ്പച്ചന് വിളി വന്നു. ഇവർക്ക് ഫെഡറേഷൻ കപ്പ് നേടിക്കൊടുത്ത കേരള പോലീസ് ടീമാ. 11 പേരും മുത്തുകളായിരുന്നു. ഈ കേരള പോലീസിന്റെ കളിക്കാരൻ 11 മുത്തുകളായിരുന്നു, ഗോൾ കീപ്പർ ഉൾപ്പെടെ. അതിൽ ഈ പറയുന്ന പാപ്പച്ചനും വരുന്നു. പാപ്പച്ചനും തൃശ്ശൂരുകാരനാണ്, ബഹുമാനപ്പെട്ട കെ കരുണാകരൻ തൃശ്ശൂരുകാരനാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ നമ്മൾ വളരെ അടുപ്പമുള്ള ചില സുഹൃത്തുക്കൾക്ക് ഒരു ഇവിടത്ത് നിന്ന് മറ്റിടത്തേക്ക് പോകണമെങ്കിൽ ഒരു അഭിപ്രായം പോലെ നമുക്ക് പറയാൻ പറ്റും, നിനക്കിവിടെ നിന്നൂടെ, അതെ നിനക്കിവിടെ നിന്നൂടെ. അപ്പൊ ആ അഭിപ്രായത്തിന് വില കൊടുക്കുന്ന സുഹൃത്ത് ചിലപ്പോൾ വമ്പൻ ഓഫർ ആണെങ്കിൽ പോലും അത് മാറ്റി വെച്ച് നിൽക്കും. അങ്ങനെ പാപ്പച്ചനോട് കരുണാകരൻ ചോദിച്ചു, നിങ്ങൾക്ക് പോകണോ? അങ്ങനെ വിജയൻ പോയിട്ടും പാപ്പച്ചനോട് നിന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ എന്തുകൊണ്ട് വിജയൻ പോകരുത് എന്ന് എന്നോട് ഹർഷ ചോദിച്ചപ്പോൾ ഞാൻ അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ, വിജയൻ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിനോട് ആയിരിക്കുമെന്ന് കേരള സമൂഹം കരുതിപ്പോയി. അതെ, പക്ഷേ BJP-യെ സംബന്ധിച്ച് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഈ പറയുന്ന ഈ വ്യക്തി മാത്രം, അതായത് ഈ IM വിജയൻ മാത്രമല്ല, MT രമേശിനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജേക്കബ് തോമസ്, ഗീതാ ഗോപി, അങ്ങനെ ഒരുപാട് ആളുകൾ, അതിൽ തന്നെയും പലരെയും പേരെടുത്ത് പറഞ്ഞാൽ കൃത്യമായി അറിയാൻ സാധിക്കുന്ന മുൻ MLA ആയിട്ടുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് വന്ന മുൻ മേയർ ആയിട്ടുള്ള, അങ്ങനെയുള്ളവരെയൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് BJP. കൃത്യമായി സ്റ്റാർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ, അതായത് DGP സ്ഥാനത്തിരുന്നിട്ടുള്ള, നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ R ശ്രീലേഖയെ കണ്ടതുപോലെയാണ് തൃശ്ശൂരിലുള്ള ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇവർ സ്ഥാനാർത്ഥി നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ അത് അവർക്കൊരു പിഴവ് സംഭവിച്ചു എന്ന് കൃത്യമായി BJP തന്നെ മനസ്സിലാക്കി പുറത്തേക്ക് വന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് തൃശ്ശൂരിൽ BJP കണ്ടുവച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന BJP എന്ന് പറയുന്ന പാർട്ടിയോടുള്ള വോട്ടിനേക്കാൾ ഉപരി വ്യക്തിഗതമായി ഇവർക്ക് പിടിക്കാൻ സാധിക്കുന്ന വോട്ടുകളെ കേന്ദ്രീകരിച്ചാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കണ്ടത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. സുരേഷ് ഗോപിയുടെ ഈ പറയുന്ന പാർട്ടി വോട്ടിന് അതീതമായി വ്യക്തിപ്രഭ കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടം വോട്ടുകൾ നിയമസഭയിൽ മത്സരിച്ചു. അദ്ദേഹം ആദ്യം തോറ്റുപോകുന്നൊരു സാഹചര്യം, പിന്നെ ലോക്സഭയിലേക്ക് മത്സരിച്ചു, വിജയിച്ചു കയറുന്നു. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന ആ ഒരു താരത്തോട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനോട് ഉണ്ടായിരുന്ന സ്നേഹമാണ് ജനങ്ങൾ വോട്ടിലൂടെ വിജയിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് കണ്ട കാഴ്ചകൾ നമ്മൾ ആരും മറക്കില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പല വിവാദങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന, ഇപ്പോഴും പല വിവാദങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സുരേഷ് ഗോപിയെ കൊണ്ടുവന്നതുപോലെ തന്നെ ആയിരിക്കില്ലേ ഒരുപക്ഷെ IM വിജയനെയൊക്കെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ BJP-ക്ക് നേരിടേണ്ടി വരുന്നത്. പക്ഷേ അതിനകത്തൊരു വിഷയം എന്നറിയോ, നമ്മളിപ്പോൾ ഈ സംസാരിച്ച് വന്നപ്പോൾ ഒരു പോലീസ് ഓഫീസറെ പേര് പറഞ്ഞു, അദ്ദേഹത്തിനെ നിർത്താൻ പോകുമെന്ന് നമ്മുടെ ജേക്കബ് തോമസ് സാറിൻ്റെ കാര്യമല്ലേ പറഞ്ഞേ? ജേക്കബ് തോമസ് സാറിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ ശ്രീലേഖ മാഡത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ BJP-യെ സംബന്ധിച്ച് BJP-ക്ക് ഇവിടെ ഒരു പിഴവ് പറ്റുന്ന സുരേഷ് ഗോപിയുടെ കാര്യമാണ് താങ്കൾ ഇപ്പം കുറച്ച് മുമ്പ് സംസാരിച്ചത്. ഇവർ ഈ പറയുന്നവരൊക്കെ തന്നെ അവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ്. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന പിന്നെ ഇദ്ദേഹത്തിനെ കൊണ്ടുവരുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ, സുരേഷ് ഗോപിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ജോൺ ബ്രിട്ടാസും സമീപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് രാജ്യസഭ MP ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ചിട്ടുള്ള ഒരു കഥയുണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപിക്ക് VS അച്യുതാനന്ദനോട് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി അത് ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. കാര്യം കഴിഞ്ഞ ദിവസം ശശി തരൂർ CPM-ലേക്ക് പോകാൻ പോകുന്ന എന്നൊരു റൂമർ ഒരു ഞായറാഴ്ച ഇങ്ങനെ അദ്ദേഹം വിദേശത്തായിരിക്കുമ്പോൾ ഇവിടെയൊക്കെ ഘോഷിക്കുമായിരുന്നു, ആ കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് പോയി. അതായത് ഇതിനിടയ്ക്ക് പറഞ്ഞു പോകുന്നതാണ്, ഒരു കാര്യം സംഭവിക്കാതിരിക്കാനും വാർത്തയുണ്ടാക്കാം, ഒരു കാര്യം സംഭവിക്കാനും വാർത്തയുണ്ടാക്കാം. കാര്യം ശശി തരൂരിനെ ബ്ലോക്ക് ചെയ്യാനാണ് ആ വാർത്ത ഉണ്ടാക്കിയത്. ഒരു വാർത്ത നമ്മളിപ്പോൾ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. റിപ്പോർട്ടർമാരുടെ ഐഡിയ എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഇതിനെ ബ്ലോക്ക് ചെയ്യിക്കണം, അല്ലെങ്കിൽ ഇതിനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം, അത് ബ്ലോക്കായി. അപ്പോൾ അതുപോലെ ഈ പറയുന്ന പോലെ സുരേഷ് ഗോപിയെ അവർ സമീപിച്ചു, സുരേഷ് ഗോപി മത്സരിച്ചു. പക്ഷെ അവരറിഞ്ഞില്ല അദ്ദേഹം ഇപ്പോഴും ക്യാമറയിൽ നിന്ന് മാറിയതായിട്ട് അവർക്ക് കരുതാൻ. BJP ആകെ അങ്കലാപ്പിലായിരിക്കും. കാര്യം നമുക്ക് ആർക്കും, അതായത് ഒരു കേരളത്തിൽ ഒരു മനുഷ്യരും കിട്ടാത്ത ഒരു പരിഗണനയാണ് അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം ഗുരുവായൂർ നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഹൻലാലിന്റെ മകന്റെയോ മകളുടെ കല്യാണത്തിന് ഇതുപോലൊരു ഇമ്പാക്ട് കിട്ടും? ഒരിക്കലും കിട്ടില്ല. മമ്മൂട്ടിയുടെ കിട്ടില്ല, വേറെ ആർക്കും, ഈ കേരള ദേശത്ത് ആർക്കും കിട്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഗുരുവായൂരപ്പന്റെ നടയിൽ കിട്ടിയ ഒരാളാണ് ഈ പറഞ്ഞ സുരേഷ് ഗോപി. അപ്പൊ അവരാകെ വാലറ്റും വങ്കിലായിരിക്കുകയാണ്. ഇങ്ങനെ ഇനിയിപ്പോൾ എങ്ങനെ മേക്കുമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അദ്ദേഹം ഇപ്പോഴും ഷീറ്റും ഈ ക്യാമറ മുമ്പിൽ നിന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ഒന്നും കാണിക്കാത്തത്. അത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൈപൊക്കലും താത്തലും മുട്ടിലിടിക്കലും ഒക്കെ ഡയലോഗ് ഉണ്ടല്ലോ, ഇതൊക്കെ അദ്ദേഹം ഇപ്പോഴും ക്യാമറയുടെ മുന്നിലാണ് താൻ എന്നൊരു തോന്നലാണ് 24 മണിക്കൂർ. അപ്പൊ അങ്ങനെ ഒരു മായാലോകത്ത് ജീവിക്കുന്ന സുരേഷ് ഗോപിയെ പോലെ ഒരിക്കലും വിജയനാകില്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു, കല്ലും മുള്ളും ചവിട്ടിയുള്ള വഴികളിലൂടെയാണ് വിജയം വന്നത്. ഇപ്പോൾ ഞാൻ അല്പം ഒരു നമ്മുടെ അറിയുന്ന ഒരു കോച്ചുമായിട്ടാണ് ഞാൻ ഈ കുറച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ കളിക്കാനായി
പോകുന്നതിന് എറണാകുളം ജില്ലയിൽ ഒരു വലിയ രവി എന്ന് പറഞ്ഞിട്ടൊരു കോച്ചുണ്ട്. അദ്ദേഹം ഫാക്ടിലെയൊക്കെ കോച്ചായിരുന്ന ആളാണ്. എനിക്ക് ഈ പറയുന്ന പോലെ ഫുട്ബോൾ വളരെ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ലേഖനങ്ങളൊക്കെ ഫുട്ബോളിൽ എഴുതി നടന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. കുറേ സുഹൃത്തുക്കളും ഉണ്ട് എനിക്ക് ഫുട്ബോൾ. അങ്ങനെ ഞാൻ ആ സാറിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു വ്യക്തി, ഒരു നല്ല ഒരു കളിക്കാരൻ സ്വഭാവത്തിലും അവനിങ്ങനെ പ്രാക്ടീസിന് പോയി അവൻ്റെ സ്വഭാവത്തിലും മാറ്റം വരും. അപ്പം ഞാൻ പറഞ്ഞു വിട്ട എൻ്റെ കൂട്ടുകാരൻ്റെ മകനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസിനൊക്കെ വന്ന് സ്വഭാവം മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ IM വിജയൻ ഒരു നല്ല സ്വഭാവമുണ്ട്. IM വിജയനെ നിങ്ങൾ തൃശ്ശൂരുകാരനായ IM വിജയനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒന്ന് കണ്ടിട്ട് വിജയേട്ട എന്തുകൊണ്ട് വിശേഷിച്ചാൽ ആ തൃശ്ശൂർ ഭാഷയിൽ പുള്ളി നമ്മൾ എന്തുണ്ടോ മോനെ ഇങ്ങ് വാടാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കും. അതാണ് വിജയൻ. ആ വിജയൻ ഒരിക്കലും സുരേഷ് ഗോപി ആകില്ല. സുരേഷ് ഗോപി ആകാൻ വിജയന് കഴിയുകയുമില്ല. അതിന് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചാലും ഈ പറയുന്ന രീതിയിൽ BJPക്ക് അദ്ദേഹം ഒരിക്കലും മത്സരിക്കില്ല. ഞാനിപ്പോൾ സംസാരിച്ച കോച്ച് അദ്ദേഹം പറഞ്ഞത് IPS ഒരിക്കലും അദ്ദേഹം BJPക്ക് വേണ്ടി മത്സരിക്കില്ല. അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ടാകും, അദ്ദേഹത്തിന് വേറെ എല്ലാം കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഒരിക്കലും അദ്ദേഹം BJPയിലേക്ക് പോകില്ല എന്നാണ്. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത്, ഒരു വേള BJPക്ക് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയും അല്ലേ? അപ്പോൾ BJP ഭയക്കണം ഇത്തരത്തിൽ ആൾക്കാർ ഫിൽട്ടർ ചെയ്ത് എടുക്കുമ്പോൾ. ഈ പോലീസ് ഓഫീസറെ കുറിച്ച് പറയും, തോമസ് ജേക്കബ് സാറിനെ കുറിച്ച്. അദ്ദേഹം ഒരു ഭയങ്കര വാഗ്മിയൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മേഖലയിൽ അദ്ദേഹം ഒരുപാട് ഈ പറയുന്ന പോലെ നമ്മൾ കേട്ട അതിശയം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിജയനെ ചാക്കിടാൻ നടക്കുന്നത് പോലെ ഈ BJPക്ക് പറ്റുന്നൊരു കാര്യമുണ്ട്. കേരളത്തിൽ ജനസമ്മതരായ കുറേ ആൾക്കാരെ തേടി അവർ പുറപ്പെടും. അപ്പോൾ അവരുടെ മേഖലയിൽ അവർ മിടുക്കരായിരിക്കും. പക്ഷേ ശരിക്കുള്ള തനിനിറം പുറത്തു വരുന്നത്, ഈ പുറംപോച്ച് പൊളിച്ച് പുറത്തു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ചിലപ്പം നമ്മൾ കാണുന്ന വ്യക്തി ആയിരിക്കില്ല. അവർ എത്തേണ്ടടുത്ത് എത്തിക്കഴിയുമ്പോൾ അവർ ശരിക്കും എന്താണെന്നുള്ളത് അറിയും. അപ്പോൾ അങ്ങനെ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു, അധികാര സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക് മാറിയതുള്ളൊരു മാറ്റം എന്ത് വന്നാലും വിജയൻ ഉണ്ടാവില്ല. വിജയൻ ഒരു പച്ചയായ മനുഷ്യനാണ്. പച്ചയായ മനുഷ്യൻ വിജയൻ ഒരിക്കലും BJPയിലേക്ക് പോകില്ല, അല്ലെങ്കിൽ പോകരുത് എന്ന്. കാര്യം നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയത്തിന് അതീതമായി വിജയനെ ഇഷ്ടമാണ്. വിജയൻ എന്ന കളിക്കാരനെ നമുക്ക് ഇഷ്ടമാണ്. വിജയന്റെ ടാലന്റ്, അല്പം മുമ്പ് ഞാനിവിടെ നിന്ന് അറിയാതെ പറഞ്ഞു പോയ വിജയന്റെ ആ ഒഴുക്കിനൊത്ത് ഇങ്ങനെ ഒഴുകി പോകുന്ന വിജയൻ അല്ലേ? പിന്നെ ഡിഫൻഡർ വെട്ടി, ഗോളിയെ വെട്ടി, പ്രതിരോധത്തെ മൊത്തത്തിലാകെ കബളിപ്പിച്ച് പിന്നെ ഗോൾ വലയിലേക്ക് പന്ത് തട്ടിയിടുന്ന വിജയൻ. ആ വിജയനെ നമുക്ക് വേണം രാഷ്ട്രീയത്തിന് അതീതമായി. അദ്ദേഹം ഒരു വേള കോൺഗ്രസിലേക്ക് പോയാൽ കുറച്ച് സന്തോഷം, കുറച്ച് എൻ്റെ ഭാഗത്ത് നിന്ന്. ബാക്കിയുള്ളവർക്ക് എനിക്കറിയില്ല. ഏതായാലും വിജയൻ BJPയിലേക്ക് പോകില്ല, അല്ലെങ്കിൽ പോകരുത് എന്നൊരു റിക്വസ്റ്റാണ് സമൂഹത്തിന് ഉള്ളത്.